നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സുകൾ കിട്ടുന്നത്, അറിവുകൾ കിട്ടുന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് അല്ലേ? അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നായിട്ട് ഡിലീറ്റ് ചെയ്യൊന്നും വേണ്ട. നമുക്ക് അതിലൊരു കൺട്രോൾ വേണം. ആ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബ്രെയിനും അത്ര അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ സ്ക്രോൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് സ്വാഭാവികമായിട്ടും കുറയും അല്ലേ? നമുക്ക് നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജിയുടെ സഹായം തേടാം. പക്ഷെ നിങ്ങൾ ഇനിയിപ്പോൾ ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഈ റൂൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. 20 സെക്കൻഡ് റൂൾ. ഈ സ്ക്രോളിംഗ് നിർത്താൻ വേണ്ടിയിട്ട് ഒരു 3 യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ഒരുപാട് സമയം കളയുന്ന ഒന്നാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക്, യൂട്യൂബ് റീൽസ്, നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്തിട്ട് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ് നമുക്ക് ഇത് കാരണം നഷ്ടപ്പെടുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നത്. നമ്മൾ നമ്മുടെ ഫോൺ തുറക്കുന്നത് ആ മെസ്സേജ് കാണാൻ വേണ്ടി മാത്രമായിരിക്കും. പക്ഷെ നമ്മൾ ആ ഫോൺ തിരിച്ചു വെക്കുമ്പോഴേക്കും 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ആ മെസ്സേജ് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു റീൽസ് കാണാൻ പോയിട്ടുണ്ടാവും. അത് പിന്നീട് നമ്മൾ സമയം അറിയാതെ ഒരുപാട് റീൽസുകൾ കണ്ടിട്ടുണ്ടാവും. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഈ സ്ക്രോളിംഗ് നിർത്താൻ വേണ്ടിയിട്ട് ഒരു 3 യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഇതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. നമ്മളത് സ്ക്രോൾ ചെയ്തു പോകുന്നത് നമ്മുടെ ഒരു പ്രശ്നവുമല്ല. കാരണം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും അതിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ റീൽസുകളിലും കാർട്ടൂണുകളിലും എല്ലാം നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെ അത് നല്ല ഫാസ്റ്റ് മൂവിങ് വീഡിയോസ് ആയിരിക്കും. നിങ്ങൾ കുട്ടികളുടെ കാർട്ടൂണൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അതിൽ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമ്മുടെ ബ്രെയിനിന് ഒരു സ്വീറ്റ് അഡിക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ബ്രൈറ്റ് കളറുകള്, എനർജിക് ആയിട്ടുള്ള സോങ്ങുകള്, ഇങ്ങനെ മൂവ്മെന്റ്സ്, ഇതൊക്കെ നമ്മൾ കുറേ സമയം ഫോണിൽ ചെലവഴിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റമാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ പേഴ്സണലി ചെയ്തിട്ട് എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫോണിന്റെ സ്ക്രീന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. പഴയ ന്യൂസ് പേപ്പർ ആലോചിച്ചാൽ മതി. അതിൽ കളർ ഒന്നും ഉണ്ടാവില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. നമുക്ക് വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. മറിച്ച് നിങ്ങൾ ഒരു പുതിയ മാഗസിൻ ആലോചിച്ച് നോക്കൂ. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും അല്ലേ? അട്രാക്റ്റീവ് ആയിരിക്കും. നമുക്കത് വായിക്കാൻ തോന്നും. കാണുമ്പോഴേ മറിച്ചു നോക്കാൻ തോന്നും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണും. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ബ്രെയിനും അത്ര അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ സ്ക്രോൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് സ്വാഭാവികമായിട്ടും കുറയും അല്ലേ? അതിന് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഫോണിന്റെ സെറ്റിങ്ങിൽ പോവുക, അതിൽ ഗ്രേ മോഡ് ഓൺ ആക്കി വെക്കുക. അങ്ങനെ ഒന്ന് ഓൺ ആക്കി വെച്ച് നോക്കൂ. നിങ്ങളുടെ സ്ക്രീൻ ടൈം സ്വാഭാവികമായിട്ട് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നത് വളരെയധികം കുറയും. കാരണം കുട്ടികൾക്ക് ഈ കളറ് കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഈ റീൽസുകളൊക്കെ കാണുന്നത്. നമ്മുടെ ഫോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ പിന്നെ കുട്ടികൾക്ക് ഇത് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്ക്രീൻ ടൈമും കുറയും, അതുപോലെ അത് കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവൂലേ? നമുക്ക് നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജിയുടെ സഹായം തേടാം. അതിനുള്ള ഒരു ആപ്പാണ് മിനിമലിസ്റ്റ് ആപ്പ് അല്ലെങ്കിൽ ഓപ്പൺ ഡിലേ. അതായത് നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഡിലേ വരും. സാധാരണ നമ്മൾ ഫോൺ എങ്ങനെ എടുക്കുക? ഫോൺ എടുക്കുന്നു, മിക്കപ്പോഴും ഫേസ് ലോക്ക് ആയിരിക്കും. അത് അൺലോക്ക് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അല്ലേ? നമ്മൾ ഫോൺ എടുക്കുന്നു, ഫോൺ ഓപ്പൺ ആവുന്നു, നമ്മൾ യൂട്യൂബ് കാണുന്നു, അതിലെ റീൽസ് കാണുന്നു, ഇൻസ്റ്റ റീൽസ് കാണുന്നു. ഇത് നമ്മൾ സ്ക്രോൾ ചെയ്തോണ്ടേ ഇരിക്കുകയല്ലേ? എന്നാൽ നമ്മൾ ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ അൺലോക്ക് ചെയ്യാൻ കുറച്ച് സമയത്തിന് ഡിലേ വന്നാലോ? ഒന്ന് ആലോചിച്ചേ. നമ്മളൊന്ന് ആലോചിക്കൂലേ, ഇപ്പൊ ഫോൺ എടുക്കണോ, ഇത് എനിക്ക് ആവശ്യമാണോ എന്നുള്ളത്. നമുക്കൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ ഒരു സമയം കിട്ടൂലേ? ആ സെക്കൻഡുകൾ മതി. നമ്മൾ എന്തിനാണ് ഫോൺ എടുക്കുന്നതെന്ന് നമുക്കൊരു ക്ലാരിറ്റി വരും. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഫോൺ എടുക്കുന്നത്.
അപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഫോൺ തിരിച്ചു വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോകാനും വലിയ അത്യാവശ്യമൊന്നുമില്ല, നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്, അത് സ്റ്റാർട്ട് ആവാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാല് നമ്മൾ ആ യാത്ര അത്ര അത്യാവശ്യം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കൂലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണും. നമ്മൾ ഫോൺ ഓൺ ആക്കുന്നതിന്റെ ഒരു 2-3 സെക്കൻഡ് ഡിലേ വന്നാല് നമുക്ക് ആ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫോണ് ഈ അൺലോക്ക് ചെയ്യാൻ സമയം എടുക്കുമ്പോൾ എത്രത്തോളം സ്ക്രീൻ ടൈം കുറയുന്നുണ്ടെന്ന് കമന്റിൽ പറയൂ കേട്ടോ. അടുത്തത് ടിപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഇതാണ്. പക്ഷെ നിങ്ങൾ ഇനിയിപ്പോ ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഈ റൂൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. 20 സെക്കൻഡ് റൂൾ. അതിലൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിനിന് ഏതൊരു കാര്യമായാലും ഒരു 20 സെക്കൻഡിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ബ്രെയിനിന് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കുറയും. ഇതിന് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ട് കേട്ടോ. ഫോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു 20 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുക. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ സ്ക്രീൻ ടൈം വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ പറയാം. ഈ ഗുണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് തോന്നില്ലേ. അപ്പൊ നമുക്ക് ഓരോ ഗുണങ്ങളായിട്ട് പറയാം. നമ്മുടെ ഫോണിന്റെ ഉപയോഗം കുറച്ചാൽ, ഈ സ്ക്രോളിങ് കുറച്ചാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. നമുക്ക് പലർക്കും ഉറക്കം കുറയാൻ പല കാരണങ്ങളും ഉണ്ട് അല്ലേ. എന്നാലും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാത്രി ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുന്നതുകൊണ്ടാണ്. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാട്ടോ. ഈ ഫോണിൽ നിന്ന് വരുന്ന ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്, അത് നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അത് ഉറക്കത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നെയെങ്കിലും, ബെഡിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ 1 മണിക്കൂർ മുന്നെയെങ്കിലും ഫോൺ നമ്മൾ മാറ്റിയിരിക്കണം. അതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റുകൾ നമ്മൾ കാണാൻ പാടില്ല. ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും TV ആയാലും ഒക്കെ 1 മണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ അത് നിർത്തിയിട്ടുണ്ടാവണം. അടുത്ത് നമ്മൾ ഈ സ്ക്രോളിംഗ് കുറച്ചാൽ തന്നെ, ഈ ഫോണിന്റെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ ഒരു മനസ്സ് ശാന്തമാകും അല്ലേ. ഒരുപാട് സ്ട്രെസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയും ഈ സോഷ്യൽ മീഡിയ നമുക്ക് നൽകുന്നുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ സമയത്തും ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത്. സ്ഥിരമായിട്ട് ഇത് കാണുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് താരതമ്യം ചെയ്യൂലേ അവരുമായിട്ട്. നമുക്ക് നമ്മളിലുള്ള ഒരു ഇഷ്ടം കുറയാൻ തുടങ്ങും. അങ്ങനെ അത് ഒരുപാട് പ്രശ്നങ്ങൾക്കും സ്ട്രെസ്സിനും ഒക്കെ കാരണമാവും. അങ്ങനെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും. അടുത്ത ഏറ്റവും വിലപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒന്നാണ് നമ്മുടെ സമയം. ഒരുപാട് സമയം ഈ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും ഈ ഫോൺ ഒന്ന് മാറ്റിവെച്ചാൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് നല്ല ക്വാളിറ്റി സമയം കൊടുക്കാൻ പറ്റും. നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുമൊന്നും വേണ്ട. അത് ഇന്നത്തെ കാലത്ത് പോസിബിളും അല്ല. നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സുകൾ കിട്ടുന്നത്, അറിവുകൾ കിട്ടുന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് അല്ലേ. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നായിട്ട് ഡിലീറ്റ് ചെയ്യൊന്നും വേണ്ട. നമുക്ക് അതിലൊരു കൺട്രോൾ വേണം. ആ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കത് സുഖമായിട്ട് ചെയ്യാനും പറ്റും, അതിന് റിസൾട്ടും കിട്ടും. എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫോൺ ഡള്ളായാൽ തന്നെ നമ്മുടെ ജീവിതം കളർഫുൾ ആവുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ 3 കാര്യം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമന്റിൽ പറയണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.